പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും പരിശുദ്ധ അമ്മ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുസ്മരണ മാസത്തിലെ അതിശക്തമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. 16 വർഷം മുമ്പ് ഈ പരിശുദ്ധമായ അൾത്താരയിലാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷയായത്. ഒരു ഡിസംബർ മാസത്തിലെ ഒരു ചൊവ്വാഴ്ച, 2004 ഡിസംബർ 7-ാം തീയതി. ഇതാദ്യമായിട്ടാണ് അമ്മ ആ പ്രത്യക്ഷീകരണത്തെ അനുസ്മരിക്കാനും അനുസ്മരിച്ച് അനുഗ്രഹമായി മാറ്റുവാനും ആശ്വാസത്തിൻ്റെ പുതിയ പ്രാർത്ഥന നമുക്ക് നൽകിയിരിക്കുന്നത്. അത് മരിയൻ ഉടമ്പടി നൊവേനയാണ്. ഇത് പ്രാർത്ഥന നടത്തി ഇതിൻ്റെ ഓരോ പ്രാർത്ഥനാ വരികളും പരിശുദ്ധാത്മാവ് നൽകുന്ന സമയത്ത് തന്നെ ഇതിനെ വലിയ ഒരു ദൈവശക്തി എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അത് വലിയ സൗഖ്യമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കുമെന്ന് ഉറപ്പാണ്. മറ്റ് നവേന പുസ്തകങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് ദൈവവചനത്തിലാണ്. എൻ്റെ ഓരോ പ്രാർത്ഥനയും ദൈവവചനത്തിലാണ്. അഭിഷേകത്തോടെ രചനാരൂപം പൂണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. പരിശുദ്ധമ വാഗ്ദാന പേടകം എന്നുള്ള വലിയ വെളിപാട് തന്നെ ദൈവവചനത്തിൻ്റെ ഒരു അമ്മ രൂപമാണ്. ദൈവവചനം പരിശുദ്ധ അമ്മയിലൂടെ ഉള്ള ഒരു ആവിഷ്കാരം. ശരിക്കും ഇനിയുള്ള കാലങ്ങളിൽ അതീവ ശ്രദ്ധയോടുകൂടി ദൈവശാസ്ത്രത്തിൽ പഠിക്കുന്ന ഒരു കാലം വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യം ദൈവവചനം നമുക്കറിയാം, ബൈബിളിലെ മാസ്കുലിൻ ജെൻഡറിലാണ് ഏറെക്കുറെ എല്ലാം തന്നെ വെളിപാടിൻ്റെ കാലത്ത് എഴുതിയിരിക്കുന്നത്. അതിനൊരു ഫെമിനിസ്റ്റ് ആവിഷ്കാരം ദൈവവചനത്തിന് ഫ്രം ബോട്ടം ടു ദി ടോപ്പ് ലഭിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ജനനത്തോടു കൂടിയാണ്. അതിന് തന്നെ ശരിക്കും നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കുമെന്ന് പറഞ്ഞ നരകീയ പൈശാചിക ശക്തികളുടെ മേലുള്ള വചനത്തിൻ്റെ വിജയം പ്രയോഗത്തിൽ വരുന്നത് പരിശുദ്ധ അമ്മയുടെ ജനനത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് പാമ്പിൻ്റെ തലയിൽ ചവിട്ടി നിൽക്കുന്നതായിട്ട് അമലോത്ഭവമാതാവിനെ സഭ ചിത്രീകരിക്കുന്നത്. എല്ലാ നരകീയ ഈ നൊവേനയുടെ പ്രാർത്ഥനയുടെ നമ്മളെ മറ്റു മാധ്യസ്ഥ നൊവേന പ്രാർത്ഥനയെക്കാളുപരി ഈ ദൈവവചനത്തിൻ്റെ പ്രഹരശേഷിയുടെ പ്രയോഗതലത്തെ പ്രാർത്ഥനയിലൂടെ അനുഭവവേദ്യമാക്കുന്നതാണ് മരിയൻ ഉടമ്പടി നൊവേനയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന അടുത്തും അകന്നുമുള്ള പ്രത്യക്ഷത്തിലും
അതുപോലെ തന്നെ അഗോചരമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിലും ഒരുപക്ഷെ നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞിരുന്നിട്ട് വരാൻ പോകുന്ന കാലത്തെ ഒരു പ്രഹരമാണെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ പരിശുദ്ധ അമ്മയുടെ ആ മുഴുവൻ ആധ്യാത്മിക ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗമാണ്. അതിൻ്റെ എല്ലാ സ്പിരിറ്റും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രാർത്ഥനാ രൂപം നമ്മൾക്കിന്ന് ലഭ്യമാകണത്. ഞാൻ ഒത്തിരി പ്രാർത്ഥനയെക്കുറിച്ച് പറയണില്ല. നിങ്ങളത് ഇതിൻ്റെ നല്ലൊരു ശതമാനം പ്രാർത്ഥന അച്ഛൻ ചൊല്ലിത്തന്നിട്ട് നിങ്ങൾ ഏറ്റുചൊല്ലുകയും അച്ഛൻ്റെ പ്രാർത്ഥനയോട് ആ ദൈവവചനത്തോട് ജനം അവിടെ വിശ്വാസം പ്രഖ്യാപിക്കുന്ന രീതിയിൽ യേശു കർത്താവാണെന്ന അധരത്തിൽ ഏറ്റുപറയുന്ന രീതിയിൽ ദൈവനെ മരിച്ചോടും ഉയർപ്പിച്ചു എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുന്ന രീതിയിൽ അങ്ങനെ രക്ഷ അനുഭവത്തിൻ്റെ ഏറ്റുപറച്ച രീതികളിലാണ് ഈ വചന നൊവേന പുരോഗമിക്കുന്നത്. അപ്പം അത് വളരെ ഗൗരവത്തോടു കൂടി ഇങ്ങനെ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഈ വേദനയുടെ വിഷമത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ കർത്താവേ നീ ഞങ്ങളെ ഓർത്തല്ലോ എന്ന ബൈബിളിൽ പറയുന്ന ഒരു പ്രധാന ആശ്വാസവാക്കാണ്. കർത്താവേ നീ ഞങ്ങളെ ഓർത്തല്ലോ. അതുപോലെ ദൈവത്തിൻ്റെ ഈ വിഷമകാലം ക്രമം കെട്ട ഈ കാലത്ത് ദൈവം തൻ്റെ ജനത്തെ പരിശുദ്ധ അമ്മയിലൂടെ ഓർക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് ഈ ഉടമ്പടി, മരിയൻ ഉടമ്പടി നൊവേന പ്രാർത്ഥന. ഈ ഓർമ്മയിലൂടെ കർത്താവ് നിൻ്റെ ഭാരങ്ങളെ ഏറ്റെടുക്കുകയും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇന്ന് മുതൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട 7-ാം തീയതി ഉൾപ്പെടെ 9-ാം തീയതി വരെയാണ് നൊവേന ക്രമം തെറ്റാതെ കൃത്യമായ എല്ലാ ദിവസവും ഉള്ളത്. കാര്യം നൊവേന എന്ന് പറഞ്ഞാൽ 9 എന്ന അർത്ഥത്തിൽ. ഇതിൽ ഇന്ന് ഇപ്പോൾ കൂടാൻ പോകുന്ന മക്കൾ പിന്നെ ഒരിക്കലും അത് മുടങ്ങരുത്. കാര്യം 9-ാം തീയതി വരെ ഉള്ളത്. അത് കഴിയുമ്പോൾ പിന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലുമായിരിക്കും. കാര്യം അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ നടന്നത് ചൊവ്വാഴ്ച ആയതുകൊണ്ട് എല്ലാ ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിക്കായിരിക്കും എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിക്കായിരിക്കും മരിയൻ ഉടമ്പടി നൊവേന നടക്കുന്നത്. അപ്പോൾ ഇന്ന് എന്ന് പറയണത് അമ്മ പ്രത്യക്ഷപ്പെട്ട ആഴ്ചയാണിത്, പ്രത്യേകിച്ച് ഡിസംബർ 7-ാം തീയതി. അത് ഉൾപ്പെടുത്തിക്കൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പഠിക്കുവാനും ആ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി ദൈവാനുഭവം പ്രാപിക്കാൻ നമുക്ക് നൽകിയിട്ടുള്ള ഉടമ്പടി പ്രാർത്ഥനകൾ, പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ, ലൈറ്റൊക്കെ അതിൻ്റെ പേര് റിക്വസ്റ്റ്, ഉടമ്പടി ഓൺലൈൻ പ്രാർത്ഥന, ഇങ്ങനെ ദൈവാനുഭവത്തിൻ്റെ അനേകം ചാലുകൾ അവിടെ എല്ലാം ആ ആത്മതീർത്ഥങ്ങളെല്ലാം സ്പർശിച്ചവർ സൗഖ്യപ്പെടാൻ വേണ്ടിയാണ്. ഇനി ഉടമ്പടി എടുക്കാനിരിക്കുന്നവർക്കും ഉടമ്പടി എടുത്ത് കഴിഞ്ഞവരുമാണ് ഈ ഉടമ്പടി നൊവേനയിൽ പങ്കെടുക്കേണ്ടത്. ഉടമ്പടി ആരെങ്കിലും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ നൊവേന കഴിയുമ്പോൾ എടുക്കാവുന്നതാണ്. അങ്ങനെ 9 ദിവസവും ഈ നൊവേനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാവുന്നതാവും. തീർച്ചയായിട്ടും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. നമുക്ക് ഭക്തിയോടെ നൊവേന ഗാനം ആലപിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ കൂടെ ദൈവസ്നേഹത്തോടെ മരിയൻ ഉടമ്പടി നൊവേന ആരംഭിക്കാം. ജപമാല റാണി ആവേ
പ്രാരംഭ പ്രാർത്ഥന. വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നിക്ഷേപിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളും ദൈവത്തോട് ചെയ്തിട്ടുള്ള ഉടമ്പടി വിശ്വസ്തയോടെ പാലിച്ച് വിശുദ്ധിയിലും ദൈവഭക്തിയിലും നിലനിൽക്കുവാനുള്ള കൃപ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ മാനുഷികമായ വഴികൾ അസ്തമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഉടമ്പടി പ്രകാരമുള്ള അവിടുത്തെ പുതിയ വഴികൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ഞങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു തരണമേ. കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ വഴി പുതിയ ജീവിത വഴികൾ ഞങ്ങളുടെ ജീവിതത്തിലും കാണിച്ചു തരുവാൻ തിരുമനസ്സാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മേ, എലിസബത്തിൻ്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ തിരുമനസ്സായി. കർത്താവേ, ഞങ്ങളും കൃപാസനം മാതാവിനോടുള്ള ഈ നവേന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക വഴി അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ ഇപ്പോൾ നിറയപ്പെടുവാൻ ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്തുതിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിന് ഗാനം ആലപിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാൽ എൻ്റെ മക്കളെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. അമ്മേ, പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തി പ്രാപിക്കുന്ന അത്യുവിൻ്റെ ശക്തി ആവശ്യം എന്ന് പറഞ്ഞ് അറിയിച്ചില്ല. അതേ ശക്തിയാൽ ഇടപെടിയെടുത്ത എല്ലാ മക്കളെയും ഇപ്പോഴും അങ്ങ് പരിശുദ്ധാത്മാ ഗാനാഭിഷേക നിമിഷങ്ങളിലെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. യേശുസ്തോത്രം. ഹല്ലേലൂയ. ചൊല്ലേണ്ടതാണ്. ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന ഉടമ്പടി വചനം ഉച്ചരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച നാഥേ, ഈ നിമിഷം പൂർണ്ണമായി ഞങ്ങളെ അങ്ങേക്ക് കാണിക്കയായി സമർപ്പിക്കുന്നു. അബ്രാഹത്തിന് 99-ാമത്തെ വയസ്സിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ മുമ്പാകെ വിശുദ്ധി വ്യാപരിക്കുക എന്ന ഉടമ്പടി വചനത്തിലൂടെ വഴി നടത്തിയ ദൈവമേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ജീവിതം ദൈവ തിരുമനസ്സിന് ഉടമ്പടി ചെയ്തപ്പോൾ മാംസമായി രക്ഷകൻ
പിറന്നതുപോലെ അതേ വാക്യാർത്ഥത്തിലെ അവൻ പറയുന്നത് പോലെ ചെയ്യുവേൻ എന്ന ഉടമ്പടി വചനത്താൽ വെറും വെള്ളത്തെ പുതുവീഞ്ഞാക്കി അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോ രൂപാന്തരപ്പെടുത്തിയതുപോലെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ ആരംഭിക്കണമേ. നീ ഭൂമിക്കൊരു അനുഗ്രഹമായിരിക്കും എന്ന് അബ്രാഹത്തിലൂടെ വിശ്വാസികൾക്ക് എല്ലാം അവിടുന്ന് നൽകിയ വാഗ്ദാനം അനുസരിച്ച് കണ്ണീരിന്റെ കാലത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി കാനായിലെ ആദ്യ അത്ഭുതം എന്ന വണ്ണം ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവിക അടയാളങ്ങൾ ആരംഭിക്കുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ. അടുത്ത പ്രാർത്ഥന ഉടമ്പടി വാഗ്ദാന വചന പ്രാർത്ഥനയാണ്. ഇത് കാർമികൻ പ്രാർത്ഥിച്ച് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ സമൂഹം ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നാണ് പ്രത്യുത്തരിക്കേണ്ടത്. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ഉൽപ്പത്തി 12:3 പ്രാർത്ഥിക്കുന്നു. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്ത
ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ നിയമാവർത്തനം 28:12 പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാരമായ ആകാശം തുറന്ന് നിൻ്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും. നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ 1 പത്രോസ് 1:9 പ്രാർത്ഥിക്കുന്നു, 3:9 പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെടുവരാണല്ലോ നിങ്ങൾ. ഈ ദൈവവചന പ്രകാരം ഉടമ്പടി ചെയ്ത ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ യേശയ്യാ 55:3 പ്രാർത്ഥിക്കുന്നു. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവേൻ, നിങ്ങൾ ജീവിക്കാം. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോട് എന്നതുപോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. ഈ ദൈവവചന പ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ യേശയ്യാ 55:2 പ്രാർത്ഥിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഈ ദൈവവചന പ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ മത്തായി ശ്രീഹയുടെ സുവിശേഷം 7:24 പ്രാർത്ഥിക്കുന്നു. എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഈ ഭവനത്തിന്മേൽ ആഞ്ഞലച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5:5 പ്രാർത്ഥിക്കുന്നു. ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വരിയിറക്കാം. ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:7 പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്നെ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഈ ദൈവവചന പ്രകാരം ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ പുറപ്പാട് 34:10 പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. നിൻ്റെ ചുറ്റുമുള്ള ജനങ്ങൾ കർത്താവിൻ്റെ പ്രവർത്തികൾ കാണും. നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയാനകമായൊരു കാര്യമാണ്. ഈ ദൈവവചന പ്രകാരം ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകം 15:7 പ്രാർത്ഥിക്കുന്നു. ഈ നാട് നിനക്ക് അവകാശമായി തീരാൻ വേണ്ടി നിന്നെ കൽദായ ഊരിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന കർത്താവാണ് ഞാൻ. ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ അനുഗ്രഹിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ 2 കൊരിന്ത്യർ 1:20 പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെ
എന്നതുകൊണ്ട് തന്നെ ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമീൻ പറയുന്നത്. ഈ ദൈവവചന പ്രകാരം ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദേവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ സങ്കീർത്തനം 32:8 പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് നിന്നെ ഉപദേശിക്കാൻ ഈ ദൈവവചനം അനുസ്മരിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദേവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ 2 പത്രോസ് 3:9 പ്രാർത്ഥിക്കുന്നു. കാലവിളംബത്തെക്കുറിച്ച് ചില വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനം പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. ഈ ദൈവവചനം അനുസ്മരിച്ചുകൊണ്ട് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദേവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് സ്തുതിക്കാൻ നല്ലവനായ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. യേശുവേ സ്വസ്ഥം. ഹല്ലേലൂയ. ഒരുമിച്ച് ശ്രദ്ധിക്കട്ടെ, ഒരുമിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുഴുവനും ആവശ്യങ്ങൾ കർത്താവേ അങ്ങയുടെ വാഗ്ദാനത്തിൽ അർത്ഥിതമാണ്. കർത്താവ് വാക്കിനാണല്ലോ കർത്താവ് ദാനം ഉണ്ടാകുന്നത്. ആ വാക്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, അതിന് ദാനം കർത്താവെ ഓരോ മക്കൾക്ക് ഓരോ രീതിയിൽ ആഗ്രഹിക്കുന്നവരെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥർ കർത്താവെ ഫലവത്തായ ദൈവത്തിൻ്റെ സാക്ഷിയാകാൻ, വചനത്തിൻ്റെ സാക്ഷിയാകാൻ അവരെ അനുഗ്രഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, ബൈബിളിലെ പ്രാർത്ഥനകളിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നിന്നിരുന്ന സ്ഥലം കുലുങ്ങി നമ്മൾ നടപടി പുസ്തകത്തിൻ്റെ
4:31 വായിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനാനുഭവമാണ്. അങ്ങനെ ഭൂമിയെ കുലുക്കാൻ കാരണം അപ്പോസ്തലന്മാരുടെ കരഞ്ഞുള്ള പ്രാർത്ഥനയാണ്. അതിലവർ പറയുന്നുണ്ട്, വിജാതിയരെ, അങ്ങേ വിശ്വസിക്കാത്തവരെ, ഞങ്ങളെ, അങ്ങേ അവിശ്വാസികളെ ഞങ്ങളെ വേദനിപ്പിക്കുന്നതും അവർ പ്രകോപിതരാകാൻ ഇടയായതും എന്താണ്? അങ്ങനെ അവർ ആ സമയത്ത് അനുഭവിക്കുന്ന എല്ലാ ഭൗതികമായ പ്രതിസന്ധികളെയും അനുസ്മരിച്ചുകൊണ്ടാണ് ഇവർ ചങ്ക തകർന്ന് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പറയും, വത്സപിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ കാണിക്കണമേ. അതായത് മനസ്സ് തകരുമ്പോൾ, വ്യത്യസ്തങ്ങളായ ജീവിതാവസ്ഥ കൊണ്ട് മനസ്സ് തകരുമ്പോൾ സഭ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ദൈവപിതാവേ. അതാണ് നടപടി പുസ്തകത്തിന് 4:30. ദൈവപിതാവേ, അങ്ങേ ദാസനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ കാണിക്കണമേ എന്ന്. പെട്ടെന്നാണ് അടയാളം കാണിച്ചത്. കാര്യം യേശുക്രിസ്തു നാമത്തെ പ്രാർത്ഥിക്കുമ്പോൾ അടയാളം ഉണ്ടാവും. അതുപോലെ നിൻ്റെ ജീവിതത്തിൻ്റെ ഈ നൊവേനയിലെ അടുത്ത ഘട്ടം അതാണ്. നിൻ്റെ ജീവിതത്തിൽ നിന്നെ വേദനിപ്പിക്കുന്ന, ചിലപ്പോൾ അകത്താകാം, കുടുംബത്തിൻ്റെ അകത്താകാം, അല്ലെങ്കിൽ സമൂഹത്തിലാകാം, വ്യത്യസ്തങ്ങളായ ജീവിതാവസ്ഥകളിൽ വെന്തുനീർന്ന നിൻ്റെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ കരങ്ങൾ നീട്ടി അടയാളം കാണിച്ച് നീ നിൽക്കുന്ന സ്ഥലത്തെ കുലുക്കുന്ന രീതി ദൈവിക ശക്തി ഇറങ്ങി വരുന്ന പ്രാർത്ഥനയാണ്. സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും സമൂഹം പ്രത്യുദ്ധരിക്കേണ്ടത്, ദൈവപിതാവേ, അങ്ങേ പുത്രനായ അങ്ങേ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ച് കൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. അതാണ് നമ്മളേറ്റ് പ്രാർത്ഥിക്കേണ്ടത്. അത് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛൻ പ്രാർത്ഥിച്ചു തുടങ്ങുന്നു. നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ പ്രാർത്ഥന വരുമ്പോൾ ഏറ്റു പ്രാർത്ഥിക്കാവുന്നതാണ്. നടപടി 1:4 പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവർ അവനോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. ഇതിൽ നിന്ന് നിങ്ങൾ കേട്ട ദൈവത്തിൻ്റെ വാഗ്ദാനം, പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവേൻ. കർത്താവേ, ഉടമ്പടി ചെയ്തവർ കർത്താവിൻ്റെ വാഗ്ദാനം പാലിക്കുവാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. ഉടമ്പടിയുടെ ഈ നൊവേന വഴി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 1:14 പ്രാർത്ഥിക്കുന്നു. അവരേക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരങ്ങളോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയതുപോലെ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഉടമ്പടി ചെയ്തവർ അമ്മയോടൊപ്പം അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥനാ ചൈതന്യത്തിൽ മുഴുകി ജീവിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഈ ഉടമ്പടി നൊവേന പ്രാർത്ഥന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 2:17 പ്രാർത്ഥിക്കുന്നു. ദൈവം അരുളി ചെയ്തു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെയും ഞാൻ വർഷിക്കും. ഉടമ്പടി ചെയ്ത മക്കൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ ഈ ഉടമ്പടി നൊവേന പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 2:28 പ്രാർത്ഥിക്കുന്നു. ജീവൻ്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. ഉടമ്പടി ചെയ്ത മക്കൾ ഉടമ്പടി പ്രകാരം വിശുദ്ധീകരിക്കുകയും ദൈവസാന്നിധ്യത്താൽ
സന്തോഷം അനുഭവിക്കുകയും ചെയ്യുവാൻ ഈ ഉടമ്പടി നവീന പ്രാർത്ഥന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 2:38 പ്രാർത്ഥിക്കുന്നു. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്കും ലഭിക്കും. കർത്താവേ, ഉടമ്പടി എടുത്തവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയാൻ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാൻ ഈ ഉടമ്പടി നിവേദന പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 11:21 പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങൾ അവരോട് കൂടി ഉണ്ടായിരുന്നു, വിശ്വസിച്ച വളരെ പേർ കർത്താവിലേക്ക് തിരിഞ്ഞു എന്നെഴുതപ്പെട്ടിരിക്കുന്ന പോലെ ഈ ഉടമ്പടി നിവേദന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ വിശ്വാസം കുറഞ്ഞവരെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി ഉടമ്പടി നിവേദന പ്രാർത്ഥന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 14:26 പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അന്ത്യോക്യയിലെ കപ്പൽ കയറി തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ. കർത്താവേ, ഈ വചനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ അങ്ങയുടെ തിരുസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കാമെന്ന് ഉടമ്പടി ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളുടെ മേലും ഈ വചനം പാലിക്കുവാനുള്ള ദൈവകൃപ വർഷിക്കണമേ. ഉടമ്പടി വിശ്വസ്തയോടെ പാലിക്കുവാൻ ദൈവകൃപ വർഷിക്കണമേ എന്ന് ഉടമ്പടി നിവേദന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 15:16 പ്രാർത്ഥിക്കുന്നു. ഇതിനുശേഷം ഞാൻ തിരിച്ചു വരും, ദാവീദിൻ്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിയും, അതിൻ്റെ നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് ഞാനതിനെ പുതുക്കി പണിയും, അതിനെ ഞാൻ വീണ്ടും ഉയർത്തി നിർത്തും. കർത്താവേ, ഈ വചനം അനുസ്മരിച്ചുകൊണ്ട് ജീവിതത്തിൽ സാമ്പത്തികമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും തകർന്നടിഞ്ഞു പോയ കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ എന്ന് ഉടമ്പടി നിവേദന വഴി പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 16-18 പ്രാർത്ഥിക്കുന്നു. ഭാവിഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെയേറെ ആദായം ഉണ്ടാക്കിയിരുന്നു. പൗലോസ് തിരിഞ്ഞ് അവിടെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകുക, യേശുക്രിസ്തു നാമത്തിൽ അവളിൽ നിന്ന് പുറത്തു പോകുവാൻ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. കർത്താവേ, ഉടമ്പടി ചെയ്ത മക്കൾ ഭാവി ഫലം, ഭാരഫലം, രാഹുകാലം, സമയദോഷം, അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണം, ദൈവപരിപാലനയ്ക്ക് വിരുദ്ധമായ എല്ലാ പാപങ്ങളെയും പരിത്യജിച്ച് അവരുടെ ഇത്തരം ജീവിത പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഈ ഉടമ്പടി നവേന വഴി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 16-25 പ്രാർത്ഥിക്കുന്നു. അർദ്ധരാത്രിയോട് അടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കർത്താവേ, ഉടമ്പടി ചെയ്ത മക്കളുടെ ജീവിതത്തിലുള്ള എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു വീഴുവാൻ വേണ്ടി ഈ ഉടമ്പടി നിവേദന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 16-31 പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുവാനും ആത്മരക്ഷ പ്രാപിക്കുവാനും ഇടയാക്കണമേ എന്ന് ഉടമ്പടി നിവേദന വഴി പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 17:6 പ്രാർത്ഥിക്കുന്നു. ലോകത്തെ തലകീഴ
തലകീഴായി മറിച്ചിരിക്കുന്ന ഈ മനുഷ്യർ ഇതാ ഇവിടെയും എത്തിയിരിക്കുന്നു എന്ന അപ്പോസ്തല പ്രവർത്തനങ്ങളെ അധികരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ വിഷമതയെ വിഷമിപ്പിക്കുകയും ക്ഷയിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളും ഞങ്ങൾ ചെയ്ത ഉടമ്പടിയുടെ ശക്തിയാൽ തലകീഴായി മറിയുവാൻ ഇടയാക്കണമേ എന്ന് ഈ ഉടമ്പടി നൊവേന വഴി പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 19-18 പ്രാർത്ഥിക്കുന്നു. വിശ്വാസം സ്വീകരിച്ചവർ വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു. ശുദ്ധ പ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥച്ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക അഗ്നിക്കിരയാക്കി. കർത്താവേ, ഉടമ്പടി എടുത്ത് ഞങ്ങളും ഈ നൊവേനയിൽ കൂടുന്നവരും ദൈവശക്തി അവിടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുവാൻ ആഭിചാര പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ ദുർനടപടികളും വെറുത്തുപേക്ഷിച്ച് അവരെല്ലാം അടയാളങ്ങളാൽ നിറയപ്പെടുവാൻ ഇടയാക്കണമെന്ന് ഈ ഉടമ്പടി നൊവേന പ്രാർത്ഥന വഴി പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 22 പ്രാർത്ഥിക്കുന്നു. ഭൂപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് ആളുകളെ ഉപദേശങ്ങൾ വഴി ധൈര്യപ്പെടുത്തിയ പോലെ കർത്താവെ, ധ്യാനകേന്ദ്രങ്ങളെയും കൗൺസിലേഴ്സിനെയും അവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അങ്ങയുടെ അപ്പോസ്തലികമായ ശക്തിയാൽ ധൈര്യപ്പെടുത്തി അടയാളം കാണിക്കണമേ. അവരിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ വിശ്വാസത്താൽ അവരെ ധൈര്യപ്പെടുത്തണമെന്ന് ഉടമ്പടി നൊവേന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 21:5 പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ താമസം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും നഗരത്തിന് വെളിയിൽ വരെ ഞങ്ങളെ അനുയാത്ര ചെയ്തു. ശബ്ദതീരത്ത് മുട്ടുകുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും വിടവാങ്ങുകയും ചെയ്തു. കർത്താവേ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിൽ നിന്ന് വിദേശ യാത്രയ്ക്ക് പോയിരിക്കുന്നവർ അവർ മടങ്ങി വരും വരെ അവിടെ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ അവരെ സംരക്ഷിക്കുകയും അവർ സന്തോഷത്തോടെ മടങ്ങി വരും വരെ അവിടെ ജീവിത വ്യാപാരങ്ങളിൽ അങ്ങയുടെ ഇടപെടൽ ഉണ്ടാവുകയും അവർ പോയ കാര്യം നിറവേറ്റി സന്തോഷത്തോടെ തിരിച്ചു വരും വരെ അവിടെ മേൽ അങ്ങയുടെ പരിപാലനയുടെ ചിറകുകൾ വിരിക്കുവാൻ ഇടയാക്കണമെന്ന് ഉടമ്പടി നൊവേന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 22:15 പ്രാർത്ഥിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ കുറിച്ച് എല്ലാ മനുഷ്യരുടെ മുമ്പാകെ നീ ഈശോയ്ക്ക് സാക്ഷിയായിരിക്കണം. കർത്താവെ, ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് അങ്ങ് നൽകിയിട്ടുള്ള എല്ലാ അടയാളങ്ങൾക്കും എന്നും അങ്ങയുടെ സാക്ഷിയായി ജീവിക്കുവാൻ ഉടമ്പടി നൊവേനയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 22-25 പ്രാർത്ഥിക്കുന്നു. അവർ പൗലോസിനെ തോൽവാറ് കൊണ്ട് ബന്ധിച്ചപ്പോൾ അടുത്തു നിന്നിരുന്ന ശതാധിപനോട് അവൻ ചോദിച്ചു, റോമൻ പൗരനായ ഒരുവനെ വിചാരണ ചെയ്ത കുറ്റം വിധിക്കാതെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് നിയമാനുസൃതമാണോ? കർത്താവെ, കള്ളക്കേസിൽ അന്യായമായ വിചാരണയും പ്രഹരവും ഏറ്റുകൊണ്ട് കോടതിയിലും ജയിലിലും അതുപോലെ പോലീസ് മുഖേനയും പീഡിതരായി ജീവിക്കുന്ന ഉടമ്പടി എടുത്തിട്ടുള്ളവരും അല്ലാത്തവരുമായ വിശ്വാസികളുടെ മേൽ അങ്ങനെ കാരുണ്യം ചൊരിയണമേ എന്ന് ഉടമ്പടി നൊവേനയിലൂടെ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 27-29 പ്രാർത്ഥിക്കുന്നു. കപ്പൽ പാറക്കെട്ടിൽ ചെന്ന് ഇടിച്ചാലോ എന്ന് ഭയന്ന് അവർ അമരത്ത് നിന്ന് 4 നങ്കൂരങ്ങൾ ഇറക്കിയിട്ട് പ്രഭാതമാകാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിത നൗക പല വിഷയങ്ങൾ തട്ടി തകർന്നത് അവസ്ഥയിൽ നടപടി 27-29 പൗലോസ് ചെയ്തത് അനുസരിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ദൈവസ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും 4 നങ്കൂരങ്ങൾ ഇറക്കി പ്രാർത്ഥിച്ച് ജീവിത പ്രസംഗങ്ങളുടെ അപകടസന്ധിയെ അതിജീവിക്കുവാൻ ഈ ഉടമ്പടി നൊവേന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. എല്ലാ വിഷയങ്ങളും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 പ്രാർത്ഥിക്കുകയായിരുന്നു.
അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ ഉടമ്പടി എടുത്തുപോയ എല്ലാ മക്കളെയും, ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി ചെയ്തവരെയും, ഉടമ്പടി എടുക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരെയും കർത്താവേ അങ്ങനെ വിശുദ്ധമാവരത്തെ സ്പർശിക്കണമേ. അവരുടെ കുടുംബത്തിലും ജീവിതത്തിലും അടയാളം കാണിക്കണമേ. വിശ്വാസ സാക്ഷികളായി അവരെ മാറ്റണമേ. യേശു വിശ്വാസം യേശു പ്രിയമുള്ളവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമ്മൾ ഉടമ്പടിയോടുള്ള വിശ്വസ്തത ഉറപ്പിക്കുന്ന അതിലധിഷ്ഠിതമായ ആത്മശോധന പാപവിമോചന പ്രാർത്ഥനയാണ്. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും കർത്താവെ അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്ത വർദ്ധിപ്പിക്കണമേ എന്നാണ് പ്രത്യുദ്ധരിക്കേണ്ടത്. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനും ശക്തീകരിക്കുന്നതിനും അങ്ങയുടേതാക്കി തീർക്കുന്നതിനും വേണ്ടിയാണല്ലോ കർത്താവെ അങ്ങ് മനുഷ്യവർഗവുമായി ഉടമ്പടി സ്ഥാപിച്ചത്. ഉടമ്പടി പ്രകാരം ഞങ്ങൾ അങ്ങയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള നിബന്ധനകളുടെ മേൽ വിശ്വസ്ത പാലിക്കുവാൻ ഞങ്ങളെ ഈ ഉടമ്പടി നവേന പ്രാർത്ഥനയിലൂടെ പ്രത്യേകം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്ന് ഉടമ്പടി പ്രകാരം ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഞങ്ങൾ ഈ പ്രമാണത്തെ അവഗണിച്ച് പോയിട്ടുണ്ടെങ്കിൽ, വിശ്വസ്ത പുലർത്താതിരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിമിഷം അനുദപിച്ച് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന് ഉടമ്പടി വാഗ്ദാന പ്രകാരം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് അവിടുത്തെ നാമം ഞങ്ങൾ ദുരുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ മറ്റുള്ളവരോട് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ വിശ്വസ്തയില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിമിഷം അനുദപിച്ച് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന കൽപ്പന പാലിച്ചു നൽകിക്കൊണ്ട് അങ്ങ് ഞങ്ങളോട് ഉടമ്പടി ചെയ്തു. എങ്കിലും ഞങ്ങൾക്ക് പലപ്പോഴും പല കാരണങ്ങളാലും കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. അതിനെ ഓർത്ത് ഞങ്ങൾ ഈ നിമിഷം അനുദപിച്ച് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുവാൻ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് അങ്ങ് ഞങ്ങൾക്ക് ഉടമ്പടി നിബന്ധനയായി നൽകിയ കൽപ്പന പാലിക്കാതെ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ പാലിക്കാതെ വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ നിമിഷത്തെ ഓർത്ത് അനുദപിച്ച് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കൊല്ലരുത് എന്ന കൽപ്പന വഴി മനുഷ്യജീവൻ്റെ മൂല്യത്തെയും സഹോദരങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ട കരുതലിനെയും കുറിച്ച് ഞങ്ങൾക്ക് ഉടമ്പടിയിലൂടെ നിബന്ധന നൽകിയ നാഥ, ഈ കൽപ്പനയ്ക്കെതിരെ വാക്കിലും പ്രവൃത്തിയിലും വന്നുപോയ സമസ്ത അപരാധങ്ങളെയും ഓർത്ത് അനുദപിച്ച് അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. വ്യഭിചാരം ചെയ്യരുത് എന്ന 6-ാം കൽപ്പനയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഉടമ്പടി വചനത്തിനെതിരായി വാക്കാലും പ്രവൃത്തിയാലും വന്നുപോയ എല്ലാ തെറ്റുകളെയും ഓർത്ത് അനുദപിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. മോഷ്ടിക്കരുത് എന്ന 7-ാം പ്രമാണം 7-ാം ഉടമ്പടി കൽപ്പനയ്ക്കെതിരായി ചെയ്തുപോയ അപരാധങ്ങൾ ഓർത്ത് അനുദപിച്ചുകൊണ്ട് ഞങ്ങൾ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കള്ളസാക്ഷ്യം നൽകരുത് എന്ന ഉടമ്പടി വചനത്തിലൂടെ ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അങ്ങേ പ്രകീർത്തിക്കാനുള്ളതാണ് എന്ന് ഞങ്ങൾ
ഞങ്ങളെ അനുസ്മരിപ്പിച്ച നാഥ, ഈ പ്രമാണം പാലിക്കുന്നതിൽ ഞങ്ങൾക്ക് വന്നുപോയ കുറവുകൾ അനുസ്മരിച്ച് അനുദപിച്ചുകൊണ്ട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യൻ്റെ ജീവിത പങ്കാളിയെ മോഹിക്കരുത് എന്ന കൽപ്പനയിലൂടെ ദാമ്പത്യ വിശ്വസ്തയെയും അതിൻ്റെ ഉടമ്പടിയെയും അരക്കിട്ടുറപ്പിച്ച നാഥ, ഞങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങൾ അവിശ്വസ്ത വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാ കുറവുകളും പരിഹരിച്ച് മാപ്പാക്കണമേ എന്ന് അനുതാപത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്ന കൽപ്പനയിലൂടെ ഞങ്ങളുടെ നിക്ഷേപത്തെക്കുറിച്ച് യഥാർത്ഥമായ ഉൾക്കാഴ്ച നൽകിയ നാഥ, ഈ ഉടമ്പടി വചനം പാലിക്കുന്നതിൽ വന്നുപോയ പാപങ്ങളെ പ്രതി അനുദപിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. മനസ്സാപ്രകടനം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ ഞാൻ നഷ്ടപ്പെടുത്തിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദ സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഞാൻ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യില്ലെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ. നമുക്കൊരു നിമിഷം അനുതാപത്തിൻ്റെ ഗാനം ആലപിച്ചുകൊണ്ട് നമ്മുടെ അനുതാപം ദൈവത്തിന് സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, രോഗസൗഖ്യ മഹത്വ പ്രാർത്ഥനയുടെ സമയമാണ്. ഈ സമയങ്ങളിലൊക്കെ രോഗം സമർപ്പിക്കേണ്ട ഓരോ രോഗത്തെക്കുറിച്ച് ഇവിടെ അനുസ്മരിക്കുമ്പോൾ നിങ്ങൾ ആ സ്ഥലത്തെല്ലാം കൈകൾ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ്. രോഗസൗഖ്യ മഹത്വ പ്രാർത്ഥനയുടെ സമയമാണ്. കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. ഇതോടുകൂടി ഈ പ്രാർത്ഥന ദൈവകൃപയാൽ പരിസമാപ്തമാകും. പക്ഷേ എല്ലാ മേഖലകളെയും നമ്മൾ സ്പർശിക്കും. ആ സമയത്തൊക്കെ സമർപ്പിക്കുന്ന പ്രാർത്ഥന ഏതാണോ ആ പ്രാർത്ഥന ഉദ്ദേശിക്കുന്ന രോഗമുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ കൈകൾ വെച്ച് അത് കർത്താവിൻ്റെ കൈകളായി മാറ്റാൻ വേണ്ടി വിശ്വാസം പ്രമാണം ചൊല്ലി വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് വേണം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു എന്ന് ഈശോ എന്ന സഹനദാസനെക്കുറിച്ച് യെശയ്യായ്ക്ക് നൽകിയ വെളിപാട് പോലെ കർത്താവ് നമ്മോട് ചെയ്ത വാഗ്ദാന പ്രകാരമാണ്, അഥവാ ഉടമ്പടി പ്രകാരമാണ് അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കുകയും ചെയ്തത്. നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചത്. അതുകൊണ്ട് തന്നെ യേശു എന്ന രക്ഷകൻ്റെ ഉടമ്പടി പ്രകാരമുള്ള ഏറ്റവും വലിയ ദൗത്യമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ പാപങ്ങളും രോഗങ്ങളും വഹിക്കുക എന്നതാണ്. ആ ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മളിപ്പോൾ പാപമോചന രോഗസൗഖ്യ മഹത്വ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമുള്ള സൗഖ്യത്തിനും വിടുതലുമായി നമ്മെ തന്നെ സമർപ്പിക്കുന്ന സമയമാണ്. വൈദികൻ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന ഓരോ വിഷയങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി സമർപ്പിക്കുമ്പോൾ പ്രത്യുത്തരമായ സമൂഹം ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പ്രിയമുള്ളവരെ, എല്ലാ മേഖലകളും രോഗത്തിൻ്റെയും ശാപത്തിൻ്റെയും ബന്ധനങ്ങളുടെയും എല്ലാ മേഖലകളിലും പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെ സ്വന്തം മരണം കൊണ്ട് അതിജീവിച്ചുകൊണ്ട് ജീവനെ പുനരുദ്ധരിച്ച ദൈവനാമത്തിൻ്റെ ശക്തി ഏറ്റു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ദൈവമഹത്വത്തെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു പ്രഖ്യാപിക്കുന്നത്. അതിദൈവിക വീര്യ ശക്തി നമ്മളിലേക്ക് അധിവസിക്കുന്നതിൻ്റെ അത്ഭുത പ്രവർത്തനം നടക്കുന്നതിന് വേണ്ടിയുള്ള വിശ്വാസ പ്രഖ്യാപനമാണ്. ആ ബോധത്തിൽ വേണം ഓരോ പ്രാർത്ഥനയും കഴിയുമ്പോഴും നമ്മൾ പാടുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും. മനുഷ്യൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും യേശുനാമ ശക്തിയാൽ സൗഖ്യപ്പെട്ട് ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ സൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഹൃദയരോഗമുള്ളവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഹൃദയത്തിൻ്റെ വാൽവുകൾ ചുരുങ്ങിപ്പോയവർ, വാൽവിന് ബ്ലോക്കുള്ളവർ, വാൽവ് ശോഷിച്ചു പോയവർ, വ്യത്യസ്തങ്ങളായ ഹൃദയ രോഗമുള്ളവർ സുഖപ്പെടുത്തിക്കൊണ്ട് ഈ നിമിഷം ദൈവനാമത്തെ
മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശ്രുതികട ഹല്ലേലൂയ. ഹൃദയത്തെ സ്പർശിക്കണമേ കർത്താവേ, ഹൃദയത്തെ സ്പർശിക്കണമേ കർത്താവേ. ഉന്നതമായ നാമത്തിന് കർത്താവേ ഹൃദയ രോഗങ്ങളെ ഈ നിമിഷം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഹൃദയരോഗങ്ങളെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ. കരരോഗമുള്ളവരുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ രോഗങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ ആ രോഗമുള്ളവർ ആ രോഗമുള്ള അവയവത്തിൻ്റെ അവിടെ കൈകളെ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി സൗഖ്യം ഈ നിമിഷം തന്നെ കർത്താവ് നിന്നെ സൗഖ്യപ്പെടുത്തുന്നതാണ്. അപ്പോൾ മാതാവ് ജ്വലിച്ചു നിന്ന സ്ഥലത്താണ് ആ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാള സ്ഥിരീകരണത്തിനാണ് ഈ നൊവേന നടക്കണമെന്നുള്ള ഒരു ബോധം എല്ലാ അസ്വസ്ഥപ്പെടുന്ന എല്ലാ മക്കൾക്കും ഉണ്ടാകണം. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണിത്. കരൾ രോഗമുള്ളവരുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരൾ രോഗമുള്ളവർ, കരൾ വികസിക്കുന്നവർ, മഹോദ രോഗമുള്ളവർ അവരെ സുഖപ്പെടുത്തിക്കൊണ്ട് കർത്താവ് ഈ നിമിഷം അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശ്വാസകോശ രോഗികളുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശ്വാസകോശങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. രോഗാതുരമായ ശ്വാസകോശങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ന്യൂമോണിയ, ആസ്മ, ടൈഫോയിഡ്, കോവിഡ് ഉൾപ്പെടെയുള്ള രോഗങ്ങളാൽ ശ്വാസകോശം ബ്ലോക്കായി ഇരിക്കുന്നവരെ, ശ്വാസതടസ്സം അനുഭവിക്കുന്ന രോഗികൾ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ഈ നിമിഷം ശ്വാസകോശം കഴുകിക്കൊണ്ട് ഈ നിമിഷം അങ്ങയുടെ നാമത്തെ അവരെ സൗഖ്യപ്പെടുത്തി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയ. ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കരൾ രോഗികളെ, ശ്വാസകോശ രോഗികൾക്ക് വേണ്ടി എല്ലാം കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലെ സാന്നിധ്യം പ്രമാക്കണമേ. ദൈവത്തിൻ്റെ ശക്തി, കർത്താവിൻ്റെ കരുണ അവിടേക്ക് ആവശ്യിക്കട്ടെ. യേശുമാരെ എത്ര കരളും ഹൃദയവും ശ്വാസകോശവും യേശുനാമത്തെ സൗഖ്യമാകട്ടെ. സ്ഥിരസംബന്ധമായ രോഗങ്ങളെ സുഖപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്ഥിരസംബന്ധമായ എല്ലാ രോഗികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ശിരസ്സിൽ അങ്ങേ വിശുദ്ധമായ വലതുകരം ഈ നിമിഷം വയ്ക്കണമേ കർത്താവേ. പലതരത്തിൽ തലച്ചോറിന് കേടുള്ളവരുണ്ട്. അവരെ ഈ നിമിഷം അവരെ ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം അങ്ങയുടെ കരങ്ങൾ, അണിപ്പെടുന്ന കരങ്ങൾ അവരുടെ ശിരസിനെ സ്പർശിക്കണമേ. അപസ്മാര രോഗികൾ, ന്യൂറോ രോഗികൾ, തലപരുതായ കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, കഴുത്തുറക്കാത്ത കുഞ്ഞുങ്ങൾ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, കേൾക്കാത്ത മക്കൾ, ചെവി കേൾക്കാത്ത മക്കൾ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, തലയോട്ടിക്ക് വേദനയുള്ളവർ, തലയോട്ടിക്ക് കട്ടിയില്ലാത്തവർ, തലയോട്ടി വെള്ളം കെട്ടി നിൽക്കുന്നവർ, വിട്ടുമാറാ തലവേദനയുള്ളവർ, മുടി കൊഴിച്ചിലുള്ളവർ എല്ലാവരുടെയും ശിരസ്സിലെ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധകരം സ്പർശിച്ചുകൊണ്ട് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ശിരസ് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. പാൻക്രിയാസ് രോഗികളുടെയും ഷുഗർ രോഗികളുടെയും സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ പ്രമേഹ രോഗികളെയും പാൻക്രിയാസ് രോഗികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വലത് കരത്താൽ അവരെ ഈ നിമിഷം സ്പർശിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ അവരെ സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഉദരരോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഉദരരോഗികൾ, വിശപ്പില്ലാത്തവർ, ദഹനക്കുറവുള്ളവർ, അൾസർ രോഗികൾ, ആർസസ് രോഗികൾ, കുടൽ പുണ്ണുള്ളവർ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ,
മറ്റുദര രോഗങ്ങൾ എല്ലാവരുടെ ഉദരങ്ങളെയും കർത്താവേ നിൻ്റെ വിശുദ്ധമായ കരത്താൽ ഈ നിമിഷം സ്പർശിച്ചുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. PCOD രോഗങ്ങൾ, ഫിസ്റ്റുല രോഗങ്ങളുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ PCOD രോഗങ്ങൾ, ഫിസ്റ്റുല രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ അവരുടെ സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ മാസപ്പതിവില്ലാത്തവർ, മാസപ്പതിവ് ക്രമം തെറ്റി വരുന്നവർ, അതിന് ചികിത്സ എടുത്തിട്ട് ഭരിക്കാത്തവർ, കർത്താവേ മാസപ്പതിവുകൾ വന്നു കഴിഞ്ഞാൽ ദിവസങ്ങളോളം നിൽക്കുന്നവർ, കടുത്ത വേദന അനുഭവിക്കുന്നവർ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, കിഡ്നിയിൽ കല്ലുള്ളവർ, ഫിസ്റ്റുല രോഗികൾ, സിസ്റ്റുള്ള രോഗികൾ, മുഴയുള്ളവർ എല്ലാവരെയും കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ അവരെ ഉദരത്തെ അങ്ങ് സ്പർശിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ ആണിപ്പെടുത്താത്ത അത്ഭുതകരത്താൽ അവരെ സ്പർശം സുഖപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവ് എല്ലാ വാദരോഗികളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്തവാദമുള്ളവർ, ആമവാദമുള്ളവർ, വാദം കൊണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നീര് കെട്ടി കിടക്കുന്നവർ, വാദപ്പൊട്ടുള്ളവർ, വെരിക്കോസിന് അസുഖമുള്ളവർ എല്ലാവരെയും കർത്താവേ നിൻ്റെ വിശുദ്ധമായ തിരുമുറിവാർന്ന് വലത് കർത്താൽ ഇപ്പോൾ സ്പർശിക്കണമേ. സ്പർശിച്ചുകൊണ്ട് അവരെ സുഖപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. എല്ലാ രോഗികളെയും വാദരോഗികളെയും കർത്താവേ, അതുപോലെ തന്നെ PCOD രോഗികളെയും ഉദരരോഗികളെയും ഫിസ്റ്റുല രോഗികളെയും കർത്താവ് അങ്ങനെ സൗഖ്യത്തിന് അവരുടെ സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉദരരോഗികളെ, വിശപ്പില്ലാത്തവരെ, ദഹനക്കുറവുള്ളവർ, അൾസർ രോഗികളെ, ആർസിസ് രോഗികളെ, കൂടുതൽ പുണ്ണുള്ളവരെ, ഭക്ഷണം കഴിക്കാൻ പ്രയാസമുള്ളവരെ എല്ലാ രോഗികളെയും ഈശോ മഹോദരോഗിയെ സുഖപ്പെടുത്തിയവനെ അങ്ങനെ വിശുദ്ധമായ ഒരുപാട് മരുന്ന് കരത്താൽ കർത്താവെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കിഡ്നി രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ കിഡ്നിയിൽ കല്ലുള്ളവരെ, കിഡ്നി ചുരുങ്ങിപ്പോകുന്നവർ, കിഡ്നി പ്രവർത്തിക്കാത്തവർ, അതിൻ്റെ പേര് ശരീരത്തിൽ നീര് കെട്ടി കിടക്കുന്നവർ, പല പല ഭക്ഷണങ്ങൾക്കും ഡയറ്റുള്ളവർ എല്ലാവരെയും സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ട് കർത്താവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അസ്ഥിരോഗികൾക്കും വ്യത്യസ്തങ്ങളായ ഞരമ്പ് മൂല വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ അസ്ഥിരോഗികൾ, ഞരമ്പ് ദ്രവിച്ചവർ, ഞരമ്പ് വിട്ടിരിക്കുന്നവർ, അസ്ഥി ഉരുക്കമുള്ളവർ, അപകടത്തിൽ അസ്ഥികൾ വിട്ടുപോയവർ, ഞരമ്പുകൾ ക്ഷയിച്ചു പോയവർ, അസ്ഥിരോഗത്തിന് ആശുപത്രി കിടക്കുന്നവർ, അസ്ഥി യോജിക്കാത്തവർ, തലയോട്ടിൽ പൊട്ടലുള്ളവർ, അസ്ഥി സർവാംഗം പൊട്ടലുള്ളവർ, കർത്താവേ അവിടെ തകർന്ന അസ്ഥികളെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ ഈ നിമിഷം ഒട്ടിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ വലതുകരം നീട്ടി അവരെ സ്പർശിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ അസ്ഥികളെയും അവിടെ ഞരമ്പുകളെയും ഈ നിമിഷം പേശികളെയും അങ്ങ് ബലപ്പെടുത്തി സുഖപ്പെടുത്തി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. സുതുകട ഹല്ലേലൂയ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഓട്ടിസം രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവേ എല്ലാ ഓട്ടിസം കുഞ്ഞുങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ നിന്റെ വിശുദ്ധമായ അണിപ്രതാടുന്ന അത്ഭുതകരം ആ കുഞ്ഞുങ്ങളുടെ ശിരസിൽ ഇപ്പോൾ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഓട്ടിസം കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന അവരെ പരിചരിക്കുന്ന മാതാപിതാക്കന്മാരുടെ വേദനകളെ അങ്ങേറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ആതുരാലയങ്ങളെയും ആതുര ശുശ്രൂഷകരെയും അടുത്തനെ സമർപ്പിക്കുന്നു. കർത്താവെ വലിയ ശക്തി അവരിലേക്ക് ആവശ്യിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്കും കർത്താവെ അവർ പരിചരിക്കുന്നവർക്കും സൗഖ്യവും സമാധാനം നൽകിക്കൊണ്ട് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. സ്തുതികട ഹല്ലേലൂയ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാള ദൈവശക്തിയിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. ഗർഭാശയ രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. എല്ലാ ഗർഭാശയ രോഗികളുടെയും സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവ് ഗർഭാശയ രോഗികൾ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരെ, ഗർഭാശയം ചുരുങ്ങിപ്പോകുന്നവരെ,
ഗർഭാശയത്തിന് കട്ടിയില്ലാത്തവർ, ഗർഭാശയം താഴേക്ക് ഇറങ്ങി വരുന്നവർ, ഗർഭാശയത്തിന് ഒരു കുഞ്ഞിന് കിടക്കുന്നതിനാവശ്യമായ കഴിവ് ഇല്ലാത്ത ഗർഭാശയങ്ങൾ, സ്വാഭാവികമായ ശക്തിയില്ലാത്തവർ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാത്തരം ഗർഭാശയ രോഗങ്ങളെയും ഈ നിമിഷം അങ്ങ് സ്പർശിക്കണമേ. സ്പർശം സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. മൂത്രാശയ രോഗികളുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മൂത്രത്തിൽ കല്ലുള്ളവരെ, മൂത്രമൊഴിക്കുമ്പോൾ വേദനയുള്ളവരെ, എരിച്ചിലും പുകച്ചിലും തോന്നുന്നവർ, അതിൻ്റെ ശരീരത്തിൽ നീര് കെട്ടി കിടക്കുന്നവർ, മൂത്രം അറിയാതെ പോകുന്നവർ, മൂത്രം പോകാതെ ഇരിക്കുന്നവർ, എല്ലാ മൂത്രാശയ രോഗികളെയും ഇപ്പോൾ സ്പർശിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ മൂത്രാശയങ്ങളെ എല്ലാം സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ഈ നിമിഷം ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അംഗവൈകല്യമുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ അംഗങ്ങൾക്കും വൈകല്യമുള്ളവരെ കർത്താവ് അങ്ങനെ ആ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കാലിന് മുടന്തുള്ളവരെ, കൈ സൂക്ഷിച്ചു പോയവരെ, മറ്റു ശരീരങ്ങൾക്കെല്ലാം വൈകല്യമുള്ളവരെ അങ്ങനെ വിശുദ്ധമായ വലത് കരത്താൽ കർത്താവ് ഇപ്പോഴേ സ്പർശിക്കണമേ. വിശുദ്ധമായ രക്തത്താൽ അവരെ തളിച്ചുകൊണ്ട് അങ്ങ് അവരെ സൗഖ്യപ്പെടുത്തണമേ. മറിച്ചാണ് അങ്ങയുടെ തിരുമനസ്സെങ്കിൽ അത് തരണം ചെയ്യാനുള്ള ദൈവികമായ ധൈര്യം, ആത്മവിശ്വാസം അവരിലേക്ക് ആവശിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സർവ്വവിധ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പത്രോസ് കടന്നു പോകുമ്പോൾ അവന് നിഴലെങ്കിലും അവരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടി രോഗികളെ വഴിയിൽ കിടത്തിയിരുന്നത് പോലെ ഇന്ന് വേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അനേകം മക്കൾ അനേകം സ്ഥലങ്ങളിൽ കിടക്കയിലും ആശുപത്രിയിലൊക്കെയുമായിട്ട് കർത്താവേ ഈ പ്രാർത്ഥനയുടെ തണലിൽ കിടക്കുകയാണ് ദൈവമേ. പരിശുദ്ധമേ ദേവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി യേശുക്രിസ്തുവിൻ്റെ നിഴലെ അവരുടെ മേൽ ആവശിച്ചുകൊണ്ട് ആ രോഗികൾ ഈ നിമിഷം സൗഖ്യമാകാൻ ഇതാക്കിക്കൊണ്ട് ദൈവത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ശ്രുതികട ഹല്ലേലൂയ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം മൗനമായി കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം ജീവിത സാഹചര്യങ്ങളുടെ പ്രാതികൂല്യങ്ങളുടെ മേലെ ദൈവികമായ ശക്തി ആവശ്യിക്കുന്ന പ്രാർത്ഥനയാണ്. വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിവാഹം ഒത്തുവരാത്തവരെ അങ്ങ് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. വിവാഹപ്രായം കടന്ന് പോയവരെ, എപ്പോഴും ജീവിത പങ്കാളികളെ പ്രതീക്ഷിക്കുന്നവരെ, അവരെ പ്രത്യേകമായി നൊവേനയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിവാഹത്തിന് ആവശ്യമായ പണമോ സൗന്ദര്യമോ ആരോഗ്യമോ വിവാഹത്തിന് വേണ്ട കാര്യങ്ങൾ തിരക്കാനോ അന്വേഷിക്കാനോ ആരുമില്ലാത്തവരെ, അതിൻ്റെ പേരിൽ വിവാഹം മുട്ടിപ്പോയവരെ, വിവാഹത്തിന് തടസ്സം നിൽക്കുന്നവരെ, മറ്റു പല നാടുകളിൽ ആയിപ്പോയതിൻ്റെ പേരിൽ ഇണയെ ലഭിക്കാൻ പ്രായോഗികമായ തടസ്സമുള്ളവരെ, അവരെല്ലാം ഈ നിമിഷം കടുത്ത ജീവിത പങ്കാളി ലഭിക്കുന്നതിനായി അവർക്ക് ജീവിതം നൽകി ഉടമ്പടി നവേന വഴി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ യേശുനാമം മഹത്വപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കുട്ടികളെ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, കുട്ടികളില്ലാത്തവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്തവർ അതിനുവേണ്ടി ശാസ്ത്രീയമായ മാർഗങ്ങളെല്ലാം അനുവർത്തിച്ചവർ
ഇപ്പോഴും ഒരു കുഞ്ഞിനെയെങ്കിലും കിട്ടുന്നതിന് വേണ്ടി വേദനിച്ച് പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെ പ്രാർത്ഥിച്ച് മടുത്തവരെ എല്ലാം അങ്ങയുടെ തിരുസന്നിധിയിൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധമായ വലത് കരത്താൽ അവരെല്ലാം സ്പർശിക്കണമേ. കുട്ടികളില്ലാത്ത മാതാപിതാക്കന്മാരെ ഇപ്പോഴും സ്പർശിക്കണമേ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി, ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവേ, കുടുംബം പുലരാൻ ഒരു മാർഗവുമില്ലാതെ സാമ്പത്തികമായ കടങ്ങളും നിത്യച്ചെലവിന് പോലും വഴിയില്ലാതെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ നിവൃത്തിയില്ലാതെ, കർത്താവ് വീട് പോലും റിപ്പയർ ചെയ്യാൻ പറ്റാതെ ജോലിയില്ലായ്മ കാരണം ജീവിതം തന്നെ വലിയ ഭാരമായി മാറിയിട്ടുള്ളവരെ, ഒരു ജോലി കൊണ്ട് 5-6 കുടുംബങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, എങ്ങനെ ജീവിക്കുമെന്നറിയാത്തവർ, അറിയാൻ പാടില്ലാത്തവരെ എല്ലാവരെയും പരിശുദ്ധമ്മയുടെ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അവർക്ക് ഈ നൊവേനയുടെ ശക്തിയാൽ ജോലി ലഭിച്ചുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും വിവിധ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവെ, പഠിക്കുന്ന വിദ്യാർത്ഥികളെയും വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, നൈപുണ്യ പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവരെ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പഠിച്ചിട്ട് മനസ്സിലാകാത്തവരെയും പഠിച്ചിട്ട് പലവട്ടം തോറ്റുപോകുന്നവരെയും റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെയും വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ റിസൾട്ട് വരാത്തവരെയും സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരെയും എല്ലാം ഇപ്പോൾ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള യോഗ്യതാ പരീക്ഷകളെയും ഓരോ ഉപരിപഠനത്തിൻ്റെ യോഗ്യതാ പരീക്ഷകളെയും ജോലി ലഭിക്കാനുള്ള മത്സര പരീക്ഷകളെയും മുഴുകിയിരിക്കുന്നവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈ നൊവേനയുടെ യോഗ്യതയാൽ ദൈവശക്തി അവലംബനം ആവശ്യിച്ചുകൊണ്ട് അവരുടെ യോഗ്യതയേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ പരീക്ഷകൾ ജയിക്കുവാനും ജോലി ലഭിക്കുവാനും അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. വിവാഹബന്ധം വേർപിരിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, വിവാഹബന്ധം പിരിഞ്ഞ് നിൽക്കുന്നവരെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ മാനസികമായ പ്രത്യേക കാരണങ്ങളാൽ കൊണ്ടും മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടും ഗുരുതരമായ കാരണങ്ങളാൽ വിവാഹം പിരിഞ്ഞു നിൽക്കുന്നവരും പ്രത്യേകം ഈ നൊവേനയിലൂടെ പരിശുദ്ധ അമ്മ ഏറ്റെടുക്കണമേ. എങ്ങനെയെങ്കിലും ഒരുമിച്ച് ജീവിച്ചാൽ മതിയെന്ന് ആഗ്രഹിച്ച് വെന്തുനീരി പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്നു. അവരുടെ മാനം സംരക്ഷിച്ചുകൊണ്ട് അവരെ ഐക്യപ്പെട്ട് ജീവിക്കുവാൻ ഇടയാക്കണമേ. പിടിവാശിയിലും വൈരാഗ്യത്തെ വർദ്ധിപ്പിച്ച് പങ്കാളികൾ തമ്മിൽ അകറ്റി നിർത്തുന്ന ഛിദ്രശ്രദ്ധകൾ നിർവീര്യമാക്കണമേ. അവരെ എപ്പോഴും ഐക്യപ്പെടുത്തിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ജീവിതമാർഗം മുട്ടിയവർ, സംരംഭങ്ങൾ തകർന്നവരെ, പറമ്പ് വിൽക്കാൻ ആഗ്രഹിക്കുന്നതിന് വാങ്ങാൻ ആഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഒരു വരുമാനമില്ലാതെ വരുമാന മാർഗങ്ങളെല്ലാം തകർന്നടിഞ്ഞ് ഗവൺമെൻറ് റേഷൻ കൊണ്ട് മാത്രം പട്ടിണിയില്ലാതെ ജീവിക്കുന്നവരുണ്ട്. കർത്താവെ, ജീവിതത്തിൽ മുഴുവനും ഇരുട്ട് ബാധിച്ചു പോയവരുണ്ട്. ഈശോയെ, ഞങ്ങൾ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താറയിൽ അവരുടെ കണ്ണുനീരെല്ലാം ഇപ്പോഴേ കാഴ്ചയായി സമർപ്പിക്കുകയാണ്. സ്ഥലമില്ലാത്തവരെ, സ്ഥലത്തിന് വഴിയില്ലാത്തവർ, വഴി കൊടുക്കാത്തവർ, സ്ഥലത്തിൻ്റെ രേഖകൾ ശരിയല്ലാത്തവർ, പ്രമാണം ഇല്ലാത്തവർ, നഷ്ടപ്പെട്ടവർ, നടക്കുന്നവർ, അന്യകരങ്ങളകപ്പെട്ടവർ, പാകുടമ്പടി നടക്കാത്തവർ, പറമ്പ് വാങ്ങിച്ചിട്ട് വിറ്റുമാറാതെ വിഷമിക്കുന്നവർ, തന്മൂലം സാമ്പത്തികമായ ബാധ്യതയും കടവും പലിശയും കൂടിയവർ, അങ്ങനെയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരമസംബന്ധമായ കണ്ണുനീര് അനുഭവിക്കുന്ന അനേകം മക്കൾ അവർ വലിയ സംഘർഷത്തിൽ ഇന്ന് വേന കൂടി കണ്ണീരെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ അങ്ങ് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധയുടെ മധ്യസ്ഥതയാൽ ഇന്ന് വേന പ്രാർത്ഥനയെ ശക്തിയാൽ സ്ഥല സംബന്ധമായ ജോലി സംബന്ധമായ മുഴുവൻ ബന്ധങ്ങളും തടസ്സങ്ങളും ദോഷങ്ങളും മാറുവാൻ, ദോഷസ്ഥലങ്ങളുടെ അതിരുകളിലെ ഈ നിമിഷം യേശുക്രിസ്തു വിശുദ്ധമായ രക്തം ഞാൻ തളിക്കുന്നു.
കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അതിൻ്റെ ദോഷ തടസ്സങ്ങളെ യേശുനാമത്തിൽ മാറിപ്പോട്ട് കൽപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. വാടക, പാട്ടം, ഒറ്റി, അന്യ കൈവശങ്ങളിൽ അന്യാധീനപ്പെട്ടു പോയിട്ടുള്ള സ്ഥലങ്ങൾ, അന്യരുടെ ഔദാര്യത്തിൽ ജീവിക്കുന്നവരെ, സ്വന്തമായി തല ചായ്ക്കാൻ ഇടമില്ലാത്തവരെ, ഏത് സമയവും ഇറങ്ങണില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഭീഷണിപ്പെടുന്നവരുടെ നിരാശയും നെടുവീർപ്പുമായി ജീവിക്കുന്നവരെ അവരെ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. കർത്താവേ, സ്വന്തമായി ഇടമില്ലാത്തവരെ, വാടകയ്ക്കും ഒറ്റയ്ക്കും പാട്ടത്തിനും താമസിച്ചിട്ട് ഒഴിഞ്ഞു പോകാൻ നിർബന്ധിക്കപ്പെടുന്നവരെ, അങ്ങനെ പോകാൻ ഇടമില്ലാത്തവരെ, മക്കളുടെ മുമ്പിൽ നാണം കെട്ട് മാനാഭിമാനം തകർന്നു നിൽക്കുന്ന മാതാപിതാക്കന്മാരെ, സ്വന്തമായ ഒരു കൂര കെട്ടാൻ ഇടമില്ലാത്തവരെ, വേദനിച്ച് പരക്കം പാഞ്ഞ് ജീവിതത്തെ തന്നെ ശപിക്കുന്നവരെ, എല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധി കണ്ണുനീരോടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത മാത്രം ആശ്രയിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഈ നവേന പ്രാർത്ഥനയിൽ അവർക്കെല്ലാം സ്ഥിരമായൊരു ഇടം കിട്ടാൻ, സമാധാനത്തിൻ്റെയും സുരക്ഷത്തിൻ്റെയും ആത്മാഭിമാനത്തിന് ഇടം കിട്ടിക്കൊണ്ട് ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. വിദേശ യാത്രയ്ക്ക് സമർപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവരെ, പഠനത്തിനും ജോലിക്കും വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ജോലിക്ക് പോയിട്ട് തിരിച്ചു വരാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്തവർ, അവിടെ ജോലി ശരിയാകാത്തവർ, പഠനം ശരിയാകാത്തവർ, വിശുദ്ധ വന്നിട്ട് പിന്നെ വർക്ക് വിസ കിട്ടാത്തവർ, തിരിച്ചു വരാൻ ആഗ്രഹിച്ചിട്ട് പോരാൻ പറ്റാത്തവർ, ഇങ്ങനെയുള്ള സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അമ്മേ, പ്രവാസികളുടെ അമ്മേ, പ്രാരാബ്ധങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളെ അമ്മ ഏറ്റെടുത്ത് ദൈവദർശനം സമർപ്പിച്ചുകൊണ്ട് അവർ കണ്ണുനീരോടെ പോകുന്നവരെ ജയഘോഷത്തോടെ തിരിച്ചു വരുവാൻ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിലെ ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവെ, ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാവരെയും വിശുദ്ധ ജീവിതം നയിക്കുന്നതിനും വിശ്വസ്തയോടെ അതിൽ നിലനിൽക്കുന്നതിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ മക്കളെയും അങ്ങ് ഏറ്റെടുക്കണമേ. കർത്താവെ, അവൻ പറയുന്ന പോലെ ചെയ്തുകൊണ്ട് വചനാധിഷ്ഠമായി ജീവിച്ച് പരിശുദ്ധമ്മയുടെ ആധ്യാത്മികത ആവഹിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇഹത്തിലും പരത്തിലും ദൈവരാജ്യത്തിൻ്റെ സ്വന്തമായി ജീവിക്കാൻ വേണ്ടി ഉടമ്പടിയാൽ പ്രത്യേകം സമർപ്പിതരായ എല്ലാവരെയും ജീവിതത്തിലെ പരിശുദ്ധാത്മാവ് നിറച്ചുകൊണ്ട് അവരെ സാക്ഷികളായി ഉയർത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. യേശുനാമത്തിൻ്റെ അപമാനം സഹിക്കുവാൻ യോഗ്യത ലഭിച്ചു സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൽ നിന്ന് പുറത്തുപോയി അപ്പോസ്തല പാരമ്പര്യം ഉൾക്കൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ തങ്ങൾക്ക് പ്രതിസന്ധികൾ നേരിടുമ്പോൾ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിയാൽ ഞങ്ങളെ ശക്തീകരിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. മക്കളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കുക. ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എപ്പോഴും മൗന പ്രാർത്ഥനയുടെ സമയമാണ്. ഇന്നു മുതൽ 9 ദിവസത്തേക്കാണ് മരിയൻ ഉടമ്പടി നൊവേന. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് ആരംഭിക്കും, 7:30 മണിക്ക് സമാപിക്കും. ഈ നൊവേന മുടങ്ങാതിരിക്കാനും ഇതിൻ്റെ ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക്. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസങ്ങളാണ് അടുത്ത് വരുന്നത്. തീർച്ചയായിട്ടും ദൈവം നിന്നെ അനുഗ്രഹിക്കും. അമ്മയിലൂടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായി നിന്നെ മാറ്റണമെന്ന് നീ പ്രാർത്ഥിക്കണം. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായി എൻ്റെ കുടുംബത്തെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കണം. ദ്വൈകൾക്കുള്ള ആശീർവാദം. നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ. ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ. കർത്താവിൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ സ്വരം അങ്ങയുടെ സന്നിധിയിൽ എത്തുമാറാകട്ടെ. കാരണവാനായ ദൈവമേ, വചനം കേട്ട് അത് പാലിക്കുന്നതിലൂടെ, ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ എന്നും കുടികൊള്ളുവാൻ തിരുമനസ്സാകണമേ. നാരകീയമായ തിന്മകൾക്കെതിരായുള്ള പോരാട്ടത്തെ ദൈവകൽപ്പന പാലിച്ച് യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരായി ജീവിച്ച് നിത്യം പോരാടുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥതയാൽ കാനായിലെ വിവാഹ വീട്ടിൽ അവൻ പറയുന്ന പോലെ ശിവനെന്ന ഉടമ്പടി വചനത്താൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഉടമ്പടി നിബന്ധന പാലിക്കുന്നതിലൂടെ ഞങ്ങളുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ ഉടമ്പടി നൊവേനയിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ വഴിയും വാതിലും ലോകത്തിന് കാനായിൽ നടന്ന അത്ഭുതത്തിലൂടെ കാണിച്ചു കൊടുത്ത അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് എപ്പോഴും പ്രവർത്തന നിരതരായി പിതാവിൻ്റെ നാമത്തിൽ വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ തിരുമനസ്സാകണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന.